മടി കൂടപ്പറപ്പായ എൻ്റെ മടിയില്ലാത്തൊരു ദിവസം കണ്ടാലോ. പിന്നെ ചില വ്ളോഗ്സിലൊക്കെ ചില പെൺകുട്ടികൾ രാവിലെ എണീറ്റ് വരുന്ന വീഡിയോ കാണിക്കുമ്പോൾ എന്ത് രസമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ രാവിലെ എണീറ്റ് വരുന്ന വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ പ്രേതത്തെ പോലെ കിടക്കും. എനിക്ക് തന്നെ പേടിയാവും. എന്തായാലും അത് പോട്ടെ. രാവിലെ ദോശ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചു. പിന്നെ ഈ മുട്ടയും വാനില എസൻസും ഒക്കെ നമുക്കൊരു കേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്ത് നേരത്തെ പുറത്ത് വെക്കുന്നത്. പിന്നെ ഈ ഒരു മുട്ട അടിച്ചെടുക്കുന്നത് ചാർലിക്കുട്ടന് വേണ്ടിയിട്ടാണ്. അവന് നമ്മൾ ഇതുപോലെ ഓയിൽ ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പം പോലാണ് കേട്ടോ ദോശ ഉണ്ടാക്കി കൊടുക്കാറ് രാവിലെ. ചാർലി മുട്ട എന്നാവാ? ഹായ് മിടുക്കൻ മിടുക്കൻ. മുട്ട വേണോ? പിന്നെ ചെയ്യരുതെന്ന് പറയുന്നത് നമുക്ക് ശീലമായതുകൊണ്ട് തന്നെ അടുക്കളയിലെ ഒരു വാഷിംഗ് ബേസിനിലെ പൈപ്പ് തുറക്കരുത്, വെള്ളം ലീക്കാവുമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ഞാൻ ഓടിപ്പോയ പൈപ്പ് നല്ല രീതിയിൽ തുറന്ന് അടുക്കള ഫുൾ വെള്ളമാക്കി. പിന്നെ നമുക്കൊരു എക്സ്ട്രാ പണി അത് മൊത്തം തുടയ്ക്കേണ്ടി വന്നു. അതൊക്കെ തുടച്ചതിനകത്തൊക്കെ നല്ലോണം വിശന്നു. പിന്നെ ഞാൻ ചായ ഇട്ടു. ചായ ഇല്ലാതെ നമുക്ക് പറ്റത്തില്ലോ. ചായ ഇട്ട് കുടിച്ചിട്ട് നമ്മുടെ ഏത്തപ്പഴമൊക്കെ കഴിച്ചു. ആ ഒരു ചെറിയ പീസ് ഏത്തപ്പഴം ചാർലിക്കൂട്ടനാണ്. അവൻ ചുമ്മാ കൊടുത്താൽ തിന്നത്തില്ല. അതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കേക്കിൻ്റെ സ്പഞ്ച് മാത്രം സെറ്റ് ചെയ്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചേ. നെക്സ്റ്റ് ഡേ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഒരു 1/2 kg റോസ് മിൽക്കിൻ്റെ കേക്കാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ 2ാമത്തെ തവണ ഉണ്ടാക്കുന്നത്. നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റുള്ള കേക്കാണ് റോസ് മിൽക്ക്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നേ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഓവനിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഒരു 40 മിനിറ്റ്സ് 170 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊന്ന് ബേക്ക് ചെയ്തെടുത്തു. പെട്ടെന്ന് ഒരു 40 മിനിറ്റ്സ് കൊണ്ട് തന്നെ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ റെഡിയാക്കി. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് സെറ്റാക്കി മാറ്റി വെച്ചു. ബാക്കി രാത്രിയിലേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് ചാർലിക്കുട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടി പോയേ. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ തുണി വിരിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ടെറസിൻ്റെ മണ്ട ഉണ്ടല്ലോ, അത് ഇവന് പതിച്ചു കൊടുത്തിരിക്കുകയെന്ന് ഇവൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ആരെങ്കിലും മുകളിൽ പോവുകയാണ് എന്ന് പറയുന്ന കേൾക്കേണ്ട താമസം ഓടിപ്പോയി മുകളിൽ പോയി നിൽക്കും. അത് അവൻ്റെ സ്ഥലമാണ്, വേറെ ആരും ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ലോണം വിശന്നു. പിന്നെ ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. അമ്മ നല്ല അടിപൊളി പഴമാങ്ങ പച്ചടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ശർക്കരയൊക്കെ ഇട്ട്. പിന്നെ ഇതാ ഈ ഒരു നിപ്പ് കണ്ടോ, സ്നേഹം കൊണ്ടല്ല, ഞാൻ എന്ത് കഴിച്ചാലും ഇതുപോലെ വന്ന് നിൽക്കുക, അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് കുറച്ച് തൂത്ത് വരാനൊക്കെ ഉണ്ടായിരുന്നു. തൂത്തൊക്കെ വാരി കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം നോക്കിയപ്പോൾ 4:45 5:45 ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. 5:15 ഓട്ടോ വരും. അങ്ങനെ പിന്നെ ഓടിപ്പോയി കാക്കക്കുളിയൊക്കെ പാസ്സാക്കി കൈ കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ഇതാ ഇങ്ങനെ അഴിച്ചിട്ടുകൊണ്ടാണ് കേട്ടോ പോയത്. സമയം കിട്ടിയില്ല, പെട്ടെന്ന് ഓട്ടോ വന്നിരുന്നു. പിന്നെ നമ്മൾ ഓട്ടോയ്ക്കാണ് പോയത്. അവിടെ ചെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നൊരു കാര്യം ഉണ്ടായി. നമ്മൾ ഒരു 10-20 പേര് കാണാം തിയേറ്ററിൽ. നല്ല അടിപൊളി പടമാണ്. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. തിയേറ്ററിൽ തന്നെ കണ്ട പടമാണ്. ബേസിൽ ടൊവിനോയുടെ ക്യാരക്ടർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല കോമഡി പടം. എന്തായാലും നല്ല പടമായിരുന്നു. അതൊക്കെ എന്താണോ ആൾ കയറാത്തത് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ വീട്ടിൽ തിരിച്ചു വന്നിട്ട് ആ കേക്ക് സെറ്റ് ചെയ്തു. കേക്ക് സെറ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് CSKയുടെ ഭാവി നിർണ്ണയിക്കുന്നൊരു മാച്ച് ഉണ്ടായിരുന്നു. ഓടിപ്പോയിൻ്റെ സ്കോറൊക്കെ നോക്കി ഒന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ പിന്നെ തിരിച്ചു വന്ന് ബാക്കി കേക്കൊക്കെ ചെയ്ത് എന്തൊക്കെയോ ഡിസൈനൊക്കെ ചെയ്തിട്ട് പിന്നെ കിടന്നുറങ്ങി.